നമ്മളിപ്പോൾ ഡാറ്റ വെയർഹൗസിന്റെ ഏകദേശം കൺസെപ്റ്റ് നോക്കി. ഇനിയിപ്പോൾ ഓപ്പറേഷണൽ ഡാറ്റാബേസ്, നോർമലി നമ്മൾ പഠിച്ച ഡാറ്റാബേസ് ഉണ്ടല്ലോ, റിലേഷണൽ ഡാറ്റാബേസ്, സീക്വൽസ്, ഒരാക്കിൾ എന്നൊക്കെ പറഞ്ഞ, അപ്പൊ അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ഓപ്പറേഷണൽ ഡാറ്റാബേസ്? ഓപ്പറേഷണൽ സിസ്റ്റംസ് ആർ ഡിസൈൻ ടു സപ്പോർട്ട് ഹൈ വോളിയം ട്രാൻസാക്ഷൻ പ്രോസസ്. ഇപ്പൊ നമ്മളൊരു ബാങ്കിങ്ങിന്റെ ഒക്കെ ഒരു ഡാറ്റാബേസ് ആണെങ്കിൽ ആ ബാങ്കിങ്ങിന്റെ എല്ലാ ട്രാൻസാക്ഷൻസും ഡിസൈൻ ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷണൽ ഡാറ്റാബേസ് ഉള്ളത്. പക്ഷെ ഡാറ്റ വെയർഹൗസ് സിസ്റ്റംസ് ആർ ടിപ്പിക്കലി ഡിസൈൻ ടു സപ്പോർട്ട് ഹൈ വോളിയം അനലിറ്റിക്കൽ പ്രോസസ്. നമ്മളുടെ ഒരു ട്രാൻസാക്ഷൻ റിലേറ്റഡ് അല്ല, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ബേസിൽ നമ്മൾ ഉണ്ടാക്കി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡാറ്റാബേസ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ വെയർഹൗസ് എന്നാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് OLAP. വി ആർ ഗോയിങ് ടു ദാറ്റ് ടോപ്പിക് നെക്സ്റ്റ്. ഓക്കെ, ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് സെർവർ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഓപ്പറേഷണൽ സിസ്റ്റംസ് ആർ യൂഷ്വലി കൺസേൺ വിത്ത് കറന്റ് ഡാറ്റ. ഒരു പർട്ടിക്കുലർ ഒരു ബാങ്കിങ് ഡീറ്റെയിൽസ് ആണെങ്കിൽ അന്ന് എന്ത് ട്രാൻസാക്ഷൻ നടന്നു, അന്ന് വിഡ്രോ എത്ര ചെയ്യപ്പെട്ടു, അന്ന് എത്ര ബിസിനസ് ആ ഒരു ബാങ്കിൽ നടന്നു, അതിന്റെ കറന്റ് ആയിട്ടുള്ള ഡാറ്റയാണ്. ബട്ട് ദ ഡാറ്റ വെയർഹൗസ് സിസ്റ്റംസ് ആർ യൂഷ്വലി കൺസേൺ വിത്ത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. കറന്റ് ആയിട്ടുള്ളതും ആ ഡാറ്റ വെയർഹൗസിലേക്ക് ആഡ് ചെയ്യപ്പെടും. ബട്ട് ഹിസ്റ്റോറിക്കലി പ്രീവിയസ് എല്ലാ ഡാറ്റാസും അത് ഹോൾഡ് ചെയ്ത് ബിഗ് ഡാറ്റ ഹ്യൂജ് സെറ്റാക്കി മാറ്റി അത് കറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് വെക്കുന്ന കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡാറ്റ വെയർഹൗസിംഗ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡാറ്റ വിത്തിൻ ഓപ്പറേഷൻ സിസ്റ്റംസ് ആർ മെയിൻലി അപ്ഡേറ്റഡ് റെഗുലർലി അക്കോർഡിംഗ് ടു നീഡ്. ഇത് നമ്മളുടെ ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യപ്പെടും. അപ്പം നമ്മൾ നോർമലി ഇപ്പോൾ നമ്മളൊരു വിഡ്രോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടന്നു, പക്ഷെ നമുക്ക് അതിലൊരു എറർ വന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു എഡിറ്റ് ഓപ്ഷൻ എന്തായാലും നമ്മുടെ ആ ഒരു ഫ്രണ്ട് എൻഡിൽ ഉണ്ടാവും. ആ എഡിറ്റ് വെച്ചിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ടേബിളിൽ ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ എന്താ ചെയ്യാണ്, എഡിറ്റ് ചെയ്യപ്പെടുക ചെയ്യുന്നത്. അഥവാ അതിന് മുന്നത്തെ നമുക്കിനി വേണ്ട, നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. റെഗുലർലി വി ക്യാൻ അപ്ഡേറ്റ് ഓപ്പറേഷണൽ ഡാറ്റാബേസ്. പക്ഷെ ഇവിടെ അതല്ല, നോൺ വോളറ്റൈൽ ആണ്. നമ്മളിപ്പോൾ ഒരു ഡാറ്റ ഒരു ടൈം ബേസിൽ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഥവാ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ചെയ്ത കാര്യം അവിടെ വേണം, ഇനി അപ്ഡേറ്റ് ചെയ്ത കാര്യം വേണം. രണ്ടും നമ്മൾ കീപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന്റെ ഡാറ്റ വെയർഹൗസ് എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിച്ചു, ഇറ്റ് ഇസ് നോൺ വോളറ്റൈൽ. ഒരിക്കലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, റീപ്ലേസ് ചെയ്യുന്നില്ല, നമ്മൾ രണ്ടും കീപ്പ് ചെയ്യുന്നുണ്ട് ടൈം ബേസ്. അപ്പോൾ ഒരു ദിവസം ഒരു ടൈമിൽ അത് ആഡ് ചെയ്താൽ റെയർലി വി ആർ ചേഞ്ചിങ്. മേ ബി ചിലപ്പം അത് തെറ്റായ രീതിയിൽ നമ്മൾ ആഡ് ചെയ്തത് തെറ്റായ ഡാറ്റാ സെറ്റ് ഒക്കെ ആണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യപ്പെടാം. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും അതിന്റെ വാല്യൂസിനെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല ഇൻ ഡാറ്റ വെയർഹൗസ് കൺസെപ്റ്റ്. നെക്സ്റ്റ് ഇസ് ഇറ്റ് ഈസ് ഡിസൈൻ ഫോർ റിയൽ ടൈം ബിസിനസ് ഡീലിംഗ് ആൻഡ് പ്രോസസ്സിംഗ്. കറന്റ് ആയിട്ട് റിയൽ ടൈം ആയിട്ടുള്ള വർക്കിങ്ങിനെയാണ് നമ്മൾ ഓപ്പറേഷണൽ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. It is designed for analysis of business measures by subject area categories and attributes. It is for analysis purpose data warehouse. It is optimized for a simple set of transactions, generally adding or retrieving a single row at a time per table. നമ്മളൊരു DBMS കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ നമ്മൾ അതിലൊരു പർട്ടിക്കുലർ ടേബിൾ ഉണ്ടായിരിക്കും, അതിലൊരു റോ ആഡ് ചെയ്യപ്പെടുക, മേ ബി അത് ഡിലീറ്റ് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലാണ് ഓപ്പറേഷണൽ ഡാറ്റാബേസ് അഥവാ നമ്മുടെ ട്രഡീഷണൽ ഡാറ്റാബേസ് പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒപ്റ്റിമൈസ്ഡ് ഫോർ എക്സ്റ്റൻസ് ലോഡ്സ് ആൻഡ് ഹൈ കോംപ്ലക്സ് അൺപ്രഡിക്റ്റബിൾ ക്വറീസ് ദാറ്റ് ആസസ് മെനി റോസ് പെർ ടേബിൾ. നമുക്ക് ഈ ഒരു ടേബിളിന്റെ തന്നെ ടൈം ബേസിൽ ആ ടേബിളിന്റെ ജസ്റ്റ് ബിഫോർ അതിൽ എത്ര എൻട്രി ഉണ്ടായിരുന്നു, ഇപ്പൊ എത്ര എൻട്രി ഉണ്ട്, അതിന്റെ പ്രീവിയസ് മന്തിൽ എന്ത് എൻട്രി ആയിരുന്നു, എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒപ്റ്റിമൈസ് ചെയ്യപ്പെടുന്നുണ്ട് ഫോർ ഡാറ്റ വെയർഹൗസ് കൺസെപ്റ്റ്. ഇറ്റ് ഈസ് ഒപ്റ്റിമൈസ്ഡ് ഫോർ വാലിഡേഷൻ ഓഫ് ഇൻകമിംഗ് ഇൻഫർമേഷൻ ഡ്യൂറിംഗ് ട്രാൻസാക്ഷൻസ്, യൂസസ് വാലിഡേഷൻ ആൻഡ് ഡാറ്റ ടേബിൾസ്. വാലിഡേഷൻസ് അഥവാ നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ വാലിഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ചിലത് എമൗണ്ട് ആയിരിക്കും, ചിലത് ഡീറ്റെയിൽസ് ആയിരിക്കാം, ടെക്സ്റ്റ് ആയിരിക്കാം. ഇത് ലോഡഡ് വിത്ത് കൺസിസ്റ്റൻസ് വാലിഡ് ഇൻഫർമേഷൻ റിക്വയർസ് നോ റിയൽ ടൈം വാലിഡേഷൻ. നമ്മൾ അത് പിന്നെ വാലിഡേറ്റ് ചെയ്യപ്പെടുന്നില്ല. അത് ആ ഒരു ടൈമിലുള്ള ഡാറ്റ അതായിട്ട് തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം. കാരണം നമുക്കത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. നെക്സ്റ്റ് ഇസ് ഇറ്റ് സപ്പോർട്ട് തൗസൻഡ്സ് ഓഫ് കൺകറന്റ് ക്ലയൻസ്. ഇറ്റ് സപ്പോർട്ട് എ ഫ്യൂ കൺകറന്റ് ക്ലയൻസ് റിലേറ്റീവ് ടു OLTP. ഇതാ നമ്മുടെ ട്രാൻസാക്ഷൻ പ്രോസസിംഗ് അല്ല, ഇതിപ്പോ കൺകറന്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ബാങ്കിങ് ആണെങ്കിൽ ആ ബാങ്കിങ് ആപ്പ് ആണെങ്കിൽ ഒരു ബാങ്കിങ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ അവരുടെ തൗസൻഡ്സ് ഓഫ് ക്ലയന്റിന് കൺകറന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺകറന്റ് ക്ലയന്റ് അല്ല, നമുക്ക് ഒരു ആ ഒരു പർട്ടിക്കുലർ ബാങ്കിന്റെ ഡാറ്റ വെയർഹൗസ് ആണ് കീപ്പ് ചെയ്യേണ്ട ജോലിയാണ് നമുക്ക് കിട്ടിയെങ്കിൽ നമ്മൾക്ക് ആ ബാങ്ക് എന്ന് പറഞ്ഞ ഒരാളുടെ ക്ലയന്റ് നമുക്ക് അയാളെ ഒരു ക്ലയന്റേ ഉള്ളൂ. നമ്മൾ അതിന്റെ ഡിഫറെന്റ് ഡാറ്റാ സെറ്റിനെ ഹാൻഡിൽ ചെയ്യാണ് ചെയ്യുന്നത്.
Operation systems are widely process oriented. It is widely subject oriented. Okay, ഇതൊരു ഡെയിലി പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ് അതിലിങ്ങനെ ഡാറ്റ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളൊരു സബ്ജക്റ്റിന്റെ ബേസിലാണ് നമ്മൾ ഡാറ്റ വെയർ ഹൗസ് ഉണ്ടാക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. Operation systems are usually optimized to perform fast insert and updates of associatively small volumes of data. ഇവിടെ മെയിൻലി വോളിയൂംസ് ഓഫ് ഡാറ്റ കുറവായിരിക്കും when compared to data warehouse. That is handling huge amount of data. Okay, ഇത് ഡാറ്റ ഇൻ ആണ്, അഥവാ ഡാറ്റ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഡാറ്റ ഔട്ട് കൺസെപ്റ്റ് ആണ്, അഥവാ നമ്മൾ ഓൾറെഡി വന്നത് നമ്മൾ ഇനി അങ്ങോട്ട് അതിന്റെ ഒരു നമ്മുടെ ഈ ഒരു വന്നിരിക്കുന്ന ഡാറ്റേനെ നമ്മൾ പുറത്തേക്ക് മാറ്റിയാണ് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ ഡാറ്റാബേസിനെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഉള്ളൊരു കൺസെപ്റ്റാണ്. ദാറ്റ് ഇസ് ഡാറ്റ ഔട്ട്. ലെസ് നമ്പർ ഓഫ് ഡാറ്റ ആക്സസ്ഡ്, ലാർജ് നമ്പർ ഓഫ് ഡാറ്റ ആക്സസ്ഡ്. റിലേഷണൽ ഡാറ്റാബേസ് ആർ ക്രിയേറ്റഡ് ഫോർ ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. ഓൺലൈൻ റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഇതാണ് റിലേഷണൽ ഡാറ്റാബേസ്, അതല്ലെങ്കിൽ ഓപ്പറേഷണൽ ഡാറ്റാബേസ് ഉള്ളത്. അതർവൈസ് ഡാറ്റ വെയർഹൗസ് ഡിസൈൻ ഫോർ ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്. ഓൺലൈനായിട്ട് നമ്മുടെ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡാറ്റ വെയർഹൗസ് ഡിസൈൻ ചെയ്യപ്പെടുന്നത്. റിലേഷണൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ ഓൺലൈനിലായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓപ്പറേഷണൽ ഡാറ്റാബേസ് ആൻഡ് ഡാറ്റ വെയർഹൗസ്. അതർവൈസ് നമ്മൾ റിലേഷണൽ ഡാറ്റാബേസ് ആൻഡ് ഡാറ്റ വെയർഹൗസിന്റെ കമ്പാരിസൺ ചെയ്യാൻ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ ഫോളോ ദിസ് ഓൾ പോയിന്റ്സ്. ഓക്കെ.